ഉമ്മ നിങ്ങൾ എന്നെ വിളിച്ചാ? ഈ ആദ്യ ആ തട്ടം മര്യാദക്കിട്. ഓ മുതിയൊക്കെ പാറി പാർത്തി നടക്ക. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ എനക്ക്? നീങ്ങ വന്നേ, ഒരു കാര്യമുണ്ട്. എന്തായി? റംലത്തേനെ ഓർമ്മ ഉണ്ടോ എനക്ക്? എടി എളീമാന്റെ ഫ്രണ്ടില്ലേ, ഈ എന്തോടെ വാ കാണിച്ചേരാ. ചുമ്മാ എന്നെ ഒന്ന് കാണാനാ. ഉമ്മ നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു, നിക്കാ പരിപാടിക്ക് വരുമെങ്കിലും ഉമ്മന്റെ കല്യാണ ആലോചന ഒന്ന് കയ്യിൽ വെച്ചൂടെ? ഓളുടെ മോൻ ദുബായിന്ന് വന്നേക്കണ, നീ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവണ്ണേ. ഓളിങ് വരണ. വന്ന് വന്ന് ഒരു ഫംഗ്ഷന് പോലും വരാൻ പറ്റാത്ത അവസ്ഥയായി. എവിടെ ചെന്നാലും വരും കല്യാണ കൂട്ടര്. റബ്ബേ, അവരിങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. നീ എവിടെമ്മ? ഇല്ല, കണ്ടില്ല. അല്ലാതാ മീയല്ലേ നിക്കുന്നേ, ഓളങ്ങ് ഫെലിതായില്ല. അല്ലാഹോ, ദാ ഇങ്ങോട്ട് വരുന്നു. ഓ മൈ ഗോഡ്, കണ്ണ് കണ്ടൂടെ തനിക്ക്? I think it's my mistake actually. ഇല്ല കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇത് പോകും, കുഴപ്പമില്ലടോ. അയാളുടെ ഷർട്ട് മൊത്തം നാശായി. എന്നെ കൊണ്ട് തോറ്റല്ലോ പടച്ചോനെ. അവക്ക് തന്നെ ദുബായ് പോയിന്റെ അഹങ്കാരം. ഓളുടെ വിചാരം ഈ ലോകത്തുള്ള ചെക്കന്മാരെല്ലാം ഓളുടെ പുറകെ പച്ച ഷർട്ട് അല്ലേ? നിന്നെ ജ്യൂസ് തട്ടി മറിച്ച് ചെക്കനല്ലേ നോക്കണത്? കൊള്ളാല് നല്ല മുഞ്ചന്. കൊറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. പിന്നെ അവൾക്ക് ഇപ്പൊ നോക്കിയാതെ നോക്കിയില്ലെങ്കിൽ എന്താ? ഓളുടെ ഒരു ജാട നോക്ക്. എന്തൊരു ചൂടാണ്. ഈ നുണയം പറഞ്ഞ് ഇവിടെ കേറിയിരുന്നോ? നീ പൊടി. നല്ല മൊഞ്ചൻ ചെക്കനായിരുന്നു. ഞാനാണെങ്കിൽ എപ്പ നോക്കിന്ന് പറഞ്ഞാ മതി. ചെറുക്കനിനി അറബി രാജ്യത്തെ സുൽത്താനാണെങ്കിലും എനിക്കിപ്പോ കല്യാണം വേണ്ട. എത്രയാന്ന് വെച്ച് നീ ഇങ്ങനെ സിഗ്മ കാണിച്ചു നിൽക്കും? ഇതൊക്കെ നല്ല ആലോചനയല്ലേ? ലാസ്റ്റ് മോളെ ചെക്കനെ കിട്ടാതെ നീ നടക്കും. ഈ എങ്ങനെ ഇരുന്നോ? എനിക്കൊരു കാര്യം അറിയണോ, എന്റെ സങ്കല്പത്തിൽ ആരാ? എന്റെ സങ്കല്പത്തിൽ എങ്ങനത്തെ ചെക്കനെ വേണമെന്നാ? നമ്മളറിയാതെ നമ്മളിങ്ങനെ ഇഷ്ടപ്പെടുത്തുന്ന ചില ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആള്. അങ്ങനെ ഒരാൾ കാണുന്നവരെ ഞാൻ കല്യാണം കഴിക്കില്ല. ഈ നോക്കിയിരിക്കത്തുള്ളൂ. നമ്മളറിയാതെ നമ്മളറിയുന്ന ആള് ഈ എന്തി പറയുന്നേ? അതോ എടി, അതിപ്പോ ഈ കാറ്റില്ലേ, കാറ്റ് പോലെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നിങ്ങനെ, അതുപോലൊരാള്. അങ്ങനെ ഒരാള് വരുന്നവരെ ഞാൻ കാത്തിരിക്കും. ഈ കൊറേ മനക്കോട്ട് കേട്ടു. ഞാനേ നിന്നെ പോലെ കെട്ടാൻ മുട്ടിയിരിക്കല. എന്റെ വാപ്പക്ക് പറഞ്ഞ എല്ലാം മനസ്സിലാവും. എന്റെ അടുത്ത് വാപ്പ പറഞ്ഞു, ഇതിപ്പോ വാപ്പയുടെ കൂട്ടുകാരന്റെ മോനും കൂടിയാ, അതും ഗൾഫിൽ. എനിക്ക് ഗൾഫോടെ കണ്ടൂടാ. ഈ കൊറേ മനക്കോട്ട് കേട്ടു. എന്നിട്ട് ഇതൊന്നും നടക്കാതെ നീ ഏതെങ്കിലും ഒരു കോന്തനെ പോയി കെട്ടു. അല്ല, സാധാരണ ഇങ്ങനെ ഡിമാൻഡ് ഇടുന്നവൾമാർക്കൊക്കെ ഇങ്ങനെയാ പറ്റുന്നത്. നിനക്ക് പിന്നെ കാറ്റൊന്നും വേണ്ടല്ലോ, ഇടിവെട്ട് മതിയല്ലോ. ഉമ്മയാണല്ലോ, എത്തിയാന്നറിയുന്നതായിരിക്കും. ഹലോ ഉമ്മ.